അബ്രഹാമിൻ്റെ 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട്. ദൈവം നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആലോചന നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അതിന് നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയമൊന്നും ദൈവത്തിന് തടസ്സമല്ല. സമയം കഴിഞ്ഞു എന്നുള്ള ഈ ലോകത്തിൻ്റെ വിധികളെ, വാക്കുകളെ ഒന്നും ദൈവം ഗണ്യമാക്കുന്നില്ല. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി, ബാല മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ വാക്ക് കാര്യമാക്കാതെ യേശു ആ വീടിനകത്തേക്ക് കയറി ചെന്നു. ലോകത്തിൻ്റെ വാക്കുകളൊന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട്. ദൈവത്തിന് വ്യക്തമായ സമയമുണ്ട്. അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് ദൈവം വാഗ്ദത്തം നിവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവം അത് പ്രവർത്തിക്കാനൊരു ദിവസം കുറിച്ചു വച്ചിരുന്നു. ദൈവം സമയം കുറിച്ചു വയ്ക്കുന്ന ദൈവമാണ്, ദിവസം കുറിച്ചു വയ്ക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾ 430 വർഷക്കാലം അടിമത്വത്തിൽ കിടന്നു. 430-ാമത്തെ വർഷം തിരുവെഴുത്ത് പറയുന്നു, ആ ദിവസം തന്നെ അവരെ ദൈവം അവിടുന്ന് പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ സമയമാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനൊരു സമയമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ വിചാരമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം പ്രവർത്തിക്കും. ദൈവം പറഞ്ഞ ആലോചന നിവർത്തിയാകും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ വിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുക, നിഷ്കളങ്കരായിരിക്കുക. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിയുക, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചന നിവർത്തിക്കുന്നൊരു സമയം വരുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. അവൻ്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിക്കുക. ദൈവത്തിന് സമയമുണ്ട്. പെട്ടെന്ന് ക്ഷണത്തിൽ ദൈവം അത് ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയം വരുന്നുണ്ട്. വാഗ്ദത്തത്തിൻ്റെ സമയം വരുന്നുണ്ട്. യാക്കോബ് ഇസ്രായേലായി മാറുന്ന സമയം, ഇടയൻ രാജാവായി എഴുന്നേൽക്കുന്ന സമയം. പരിശുദ്ധാത്മാവ് ശൗലിൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആളു മാറിയവനായി എന്നെഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ സമയം വെളിപ്പെട്ടു വരും. അസാധാരണ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.